BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വിശുദ്ധ റമദാൻ മാസത്തിലെ ആരംഭ ദിവസം വൈകുന്നേരം അൽ റൗദ കൊട്ടാരത്തിൽ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, രാജകുടുംബ കൗൺസിൽ അംഗങ്ങൾ, മുതിർന്ന രാജകുടുംബാംഗങ്ങൾ എന്നിവരുൾപ്പെടെ രാജകുടുംബാംഗങ്ങളും വിരുന്നിൽ പങ്കെടുത്തു. പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞ ഹമദ് രാജാവ് ഈ പുണ്യമാസക്കാലത്ത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് രാജ്യത്തിനും സമൃദ്ധിക്കും ആശംസകൾ നേരുകയും വിശുദ്ധ റമദാൻ മാസത്തിൽ ആരാധന, കാരുണ്യം, ഐക്യം എന്നിവയുടെ മൂല്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. റമദാനിലെ വെള്ളിയാഴ്ചകളിൽ 32 പള്ളികളിൽ ജുമാ നമസ്കാരം സംഘടിപ്പിക്കും. പള്ളികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് സുന്നി എൻഡോമെന്റ് ഡയറക്ടറേറ്റ് 4 ഗവർണറേറ്റുകളിലായാണ് 32 പള്ളികളെ ജാമിയ പള്ളികളായി സുന്നി എൻഡോമെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി പ്രഖ്യാപിച്ചത്. സുന്നി എൻഡോമെന്റ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ ഫുദൈസ് അൽ ഫജ്രി വിശുദ്ധ മാസത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കൗൺസിലിന്റെ പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടി. പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗമായ വെൽകെയർ റമദാൻ കനിവ് എന്ന പേരിൽ റമദാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കഴിഞ്ഞ ദിവസം പ്രവാസി സെന്ററിൽ നടന്ന വെൽകെയർ റമദാൻ കനിവ് ഉദ്ഘാടന ചടങ്ങിൽ പ്രവാസി വെൽഫെയർ ട്രഷറർ അനസ് കാഞ്ഞിരപ്പള്ളി ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയ കിറ്റുകൾ വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറത്തിന് നൽകിക്കൊണ്ട് റമദാൻ കനിവ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിലെ ചെറിയ വരുമാനക്കാർക്കും സാധാരണ തൊഴിലാളികൾക്കും ആശ്വാസമാവുന്ന രീതിയിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പാചകം ചെയ്ത് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളടങ്ങിയ കിറ്റും നോമ്പ് തുറക്കാൻ ആവശ്യമായ ഇഫ്താർ കിറ്റുകളുമാണ് വെൽകെയർ റമദാൻ കനിവിലൂടെ വിതരണം ചെയ്യുന്നത്. വെൽകെയർ വളണ്ടിയർമാർ ആവശ്യക്കാരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്ന രീതിയിലാണ് റമദാൻ കനിവിൻ്റെ പ്രവർത്തനങ്ങൾ. വെൽകെയർ റമദാൻ കനിവ് പദ്ധതിയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും 39916500 എന്ന നമ്പറിലോ 35976986 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം അറിയിച്ചു. പ്രവാസി വെൽഫെയർ സെക്രട്ടറി ജോഷി ജോസഫ്, മൊയ്തു തിരുവള്ളൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അസ്ലം വേളം, അനിൽ ആറ്റിങ്ങൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ഫെബ്രുവരി 28 വെള്ളിയാഴ്ച ഉമ്മു ഹസ്ലെ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 400-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. KPF ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സുധീർ തിരുനരുത് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അമർജിത് കൗർ സന്ധു നിർവഹിച്ചു. മാധുരി പ്രകാശ്, എഡ്യൂക്കേഷൻ ഡയറക്ടർ, പുതുതായി KPF രജിസ്റ്റർ ഗ്രൂപ്പിലേക്ക് അംഗങ്ങളായി എത്തിച്ചേർന്നവർക്കുള്ള മെമ്പർഷിപ്പ് കാർഡിൻ്റെ വിതരണോദ്ഘാടനം മെമ്പർഷിപ്പ് വിംഗ് കൺവീനർ മിഥുൻ നാദാപുരത്തിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ കൃതിക, ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, രക്ഷാധികാരികളായ KT സലീം, UK ബാലൻ, ജമാൽ കുറ്റിക്കാട്ടിൽ, KPF ട്രഷറർ സുജിത് സോമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. അസുഖബാധിതനായി ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശനിയാഴ്ച അദ്ദേഹം പരസഹായമില്ലാതെ കാപ്പി കുടിച്ചെന്നും പത്രം വായിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ പോലെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായില്ല. പനിയോ പുതിയ അണുബാധയുടെ ലക്ഷണങ്ങളോ പോപ്പിന് ഉണ്ടായില്ലെന്നും വത്തിക്കാൻ അറിയിച്ചു. 48 മണിക്കൂർ കൂടി പോപ്പ് നിരീക്ഷണത്തിൽ തുടരും. കഴിഞ്ഞ ദിവസം വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. തുടർന്ന് മെക്കാനിക്കൽ വെന്റിലേഷൻ പ്രവേശിപ്പിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചത്. ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായതോടെയാണ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. ഭൂപതിവ് നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടം ഉടൻ പ്രാബല്യത്തിൽ വരും. ചട്ടത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ഈ മാസം 13 മുഖ്യമന്ത്രി യോഗം വിളിച്ചു. വീടിനും കൃഷിക്കുമായി പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇളവ് നൽകി ക്രമവൽക്കരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ചട്ടത്തിലുണ്ടാകും. ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി നിയമവിധേയമാകും. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂ ഉടമകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്ത് 2023 സർക്കാർ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തിരുന്നു. കൃഷി, വീട് നിർമ്മാണം എന്നിവയ്ക്കായി പതിച്ചു കൊടുത്ത ഭൂമിയിൽ കടകൾ, മറ്റ് ചെറുകിട നിർമ്മാണങ്ങൾ എന്നിവയുണ്ടെങ്കിൽ ഇളവ് നൽകി ക്രമവൽക്കരിച്ച് നൽകുന്നതാണ് നിയമ ഭേദഗതിയിലൂടെ ഉണ്ടായ കാതലായ മാറ്റം.
SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. SLC THLC പരീക്ഷകൾ ഇന്ന് ആരംഭിച്ച് മാർച്ച് 26 അവസാനിക്കും. +1 +2 പരീക്ഷ അവസാനത്തേക്ക് ഒഴികെയുള്ളതെല്ലാം ഉച്ചയ്ക്ക് 1:30 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട്. ഷഹബാസ് വധക്കേസിൽ പ്രതികളായ താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റി. ജുവനൈൽ ഹോമിൽ കഴിയുന്ന കുട്ടികൾക്ക് ഹോമിനടുത്തുള്ള സ്കൂളാണ് പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചത്. താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. സ്കൂളിന് മുന്നിൽ പ്രതിഷേധിക്കാനും ആഹ്വാനം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രശ്നസാധ്യത ഒഴിവാക്കാൻ പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്ന് പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കേന്ദ്രം മാറ്റിയത്. തിങ്കളാഴ്ച ജുവനൈൽ ഹോമിൽ നിന്ന് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കും. കുളം വറ്റിച്ച് മീൻ പിടിക്കുന്നതിനിടെ മീൻ തൊണ്ടയിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം. പുതുപ്പള്ളി പ്രയാർ വടക്ക് തയ്യൽത്തറയിൽ അജയ് കുമാറിൻ്റെയും സന്ധ്യയുടെയും മകൻ ആദർശാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. പ്രയാർ വടക്ക് കളിക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള മാർത്താണ്ഡശ്ശേരിയിൽ കിഷോറിൻ്റെ ഉടമസ്ഥതയിലുള്ള കുളം ആദർശും സുഹൃത്തുക്കളും ചേർന്ന് വറ്റിച്ച് മീൻ പിടിക്കുകയായിരുന്നു. ആദ്യം ലഭിച്ച കരട്ടി മീൻ കടിച്ചു പിടിച്ച ശേഷം അടുത്ത മീനിനായി ശ്രമിക്കവേ മീൻ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കരുനാഗപ്പള്ളിയിലെ പുതിയ കാവേരി സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആദർശ്. മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചുങ്കത്തറയിൽ PV അൻവർ നടത്തിയ ഭീഷണി പ്രസംഗത്തിനെതിരെ പോലീസ് കേസെടുത്തു. CPM ഏരിയ സെക്രട്ടറി നിലമ്പൂർ DYSPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി എടക്കര പോലീസ് കേസെടുത്തത്. ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസം പാസായ ശേഷം UDF നടത്തിയ പൊതുയോഗത്തിലായിരുന്നു അൻവറിൻ്റെ പ്രസംഗം. തനിക്ക് നേരെ UDF പ്രവർത്തകർക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്നായിരുന്നു ഭീഷണി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.